ശബരിമല റഫറൻസിലെ സർക്കാർ നടപടികൾക്കെതിരെ കേരള ബ്രാഹ്മണ ഫെഡറേഷൻ നിലവിലുള്ള ആചാരങ്ങളെ മാറ്റാൻ സംസ്ഥാന സർക്കാരുകൾക്ക് അവകാശമില്ല. ഈശ്വര വിശ്വാസിയല്ലാത്ത വ്യക്തി ദേവസ്വം മന്ത്രിയെ ശ്രീകോവിലിന് മുന്നിൽ വന്ന് ആചാരങ്ങളെ പാലിക്കാത്തത് തടയണമെന്ന് അഭിഭാഷകൻ എം.ആർ. അഭിലാഷ് ആവശ്യപ്പെട്ടു. യുവതീ പ്രവേശനത്തെ എതിർക്കുന്നവരുടെ വാദം പൂർത്തിയായി. നാളെ മുതൽ യുവതീ പ്രവേശനത്തെ അനുകൂലിക്കുന്നവരുടെ വാദം നടക്കും. ഇതും പൂർത്തിയായ ശേഷമായിരിക്കും സർക്കാർ വാദം. നിയമത്തിൻ്റെ അധികാരത്തിൽ ഒരു ആരാധനാ സ്ഥലത്തിലേക്ക് കടന്നു കയറുന്ന ആൾ മന്ത്രിയാകാം, ദേവസ്വം ബോർഡ് പ്രസിഡന്റാകാം. അവർ ആരാധന നടക്കുന്ന സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ ആ ആരാധനയുടെ ക്രമം പാലിച്ച് ആചാരാനുഷ്ഠാനങ്ങളെ മാനിച്ചുകൊണ്ട് നിൽക്കുവാൻ അവർക്ക് നിയമപരമായ ബാധ്യതയുണ്ട്. അല്ല എന്നുണ്ടെങ്കിൽ 25(2)A പ്രകാരം നിയമത്തിൻ്റെ ആ തണലിൽ അവിടെ വന്ന് കയറി ആരാധനയ്ക്കുള്ള വ്യക്തികളുടെ അവകാശങ്ങളെ ലംഘിക്കുവാൻ അവർക്ക് കഴിയും. അപ്പോൾ റെഗുലേറ്റിംഗ് അതോറിറ്റി അല്ലെങ്കിൽ ആ പവർ വിനിയോഗിച്ചുകൊണ്ട് വരുന്നവർക്ക് ഭരണഘടനയുടെ 25(1) അനുച്ഛേദ പ്രകാരമുള്ള ആ ഒരു അവകാശത്തെ മാനിച്ചുകൊണ്ട് മാത്രമേ പ്രവർത്തിക്കാവൂ. അതിനനുസൃതമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ ഇഷ്യൂ ചെയ്യണമെന്നുള്ള രീതിയിലായിരുന്നു വാദം പോയത്. ഡി ധനസുമോദ ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. സുമോദ, എന്തൊക്കെയായിരുന്നു ഇന്ന് കോടതിയിലെ വാദങ്ങൾ? സുപ്രീം കോടതിയിൽ ഇന്നത്തെ വാദം ഈ പുനഃപരിശോധനാ വിധി വേണം എന്ന് വാദിക്കുന്നവരുടെ വാദമായിരുന്നു നടന്നിരുന്നത്. ഈ വാദം ഇന്ന് പൂർത്തിയായിരിക്കുകയാണ്. ഈ വാദങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായത് കേരള ബ്രാഹ്മണ ഫെഡറേഷനും ആചാര സംരക്ഷണ വേദിയും സമിതിയും മുന്നോട്ട് വെച്ച വാദങ്ങളായിരുന്നു. അതിൽ എടുത്തു പറയേണ്ട ഒരു വാദം എം.ആർ. അഭിലാഷാണ്, അഭിഭാഷകനാണ് ഹാജരായത്. അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് ഈ പലപ്പോഴും ക്ഷേത്രങ്ങൾ നിയന്ത്രിക്കാൻ വേണ്ടി ഭരണഘടനയുടെ അവകാശമുള്ള ചില ആളുകളുണ്ട്. അതായത് ഇപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് ആകാം, അല്ലെങ്കിൽ ദേവസ്വം മന്ത്രിയാകാം. ഇവർ ഈ ശബരിമലയിൽ എത്തുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ക്ഷേത്രത്തിലെത്തുമ്പോൾ ആ ക്ഷേത്രത്തിലെ ശബരിമലയിലെ ആചാരങ്ങൾ കൃത്യമായി പാലിക്കേണ്ടതുണ്ട്. പക്ഷേ ചിലർ ആ തരത്തിൽ പാലിക്കുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് മുന്നോട്ട് വെച്ചത്. അതിന് കൃത്യമായ ഒരു മാർഗനിർദ്ദേശം നൽകണം എന്നുള്ള ഒരു ആവശ്യം കൂടി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇന്ന് വാദം പൂർത്തിയായിരിക്കുകയാണ്. ഇനി ഇപ്പോൾ രണ്ട് ദിവസം ഇനി നടക്കാൻ പോകുന്ന വാദം ഇത്തരത്തിലുള്ള വീണ്ടും പുനഃപരിശോധനാ വിധി ആവശ്യമില്ല എന്ന് പറയുന്ന അവരുടെ വാദമാണ്. പക്ഷേ കേരള സർക്കാരിൻ്റെ വാദം ഇതുവരെ നടന്നിട്ടില്ല. കേരള സർക്കാരിൻ്റെ വാദം, ഈ വാദത്തിന് ശേഷം ഈ 2 അഭിഭാഷകരാണ് പ്രധാനമായും വാദിക്കാനുള്ളത്. ഇന്ദിര ജയ്സിംഗ്, മുതിർന്ന അഭിഭാഷക, അവരടക്കമുള്ളവരാണ് വാദിക്കാൻ പോകുന്നത്. അതിനുശേഷം കേരളത്തിൻ്റെ വാദം നടക്കും എന്ന് തന്നെയാണ് കേരളവുമായി ബന്ധപ്പെട്ട അഭിഭാഷകർ അറിയിക്കുന്നത്. ശരി സുമോദ.